ഈനോക്കിന്റെ ഒന്നാം പുസ്തകത്തിന്റെ 5-ാം ഭാഗത്തിലെ ആഴ്ചകളുടെ വെളിപ്പാടിലേക്കാണ് നാം ഇനി കടക്കുന്നത്. എന്താണ് ആഴ്ചകളുടെ വെളിപ്പാട്? ഈനോക്കിന്റെ ഒന്നാം ബുക്കിന്റെ 5-ാം ഭാഗത്തിലെ 91 93 അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഇത് മനുഷ്യ ചരിത്രത്തെ മുഴുവൻ 10 പ്രതീകാത്മക ആഴ്ചകളായി വിഭജിക്കുന്നു. സമയരേഖ ആരംഭിക്കുന്നത് ഈനോക്കിന്റെ ആദ്യകാല തലമുറയിൽ നിന്നാണ്. ഓരോ ആഴ്ചയും പ്രധാനപ്പെട്ട ആത്മീയമായതോ ധാർമ്മികമായതോ അല്ലെങ്കിൽ ചരിത്രപരമായതോ ആയ സംഭവങ്ങളെ എടുത്തു കാണിക്കുന്നു. ഈനോക്കിന്റെ കാലം മുതൽ അന്തിമ പുതുക്കൽ വരെ 10 ആഴ്ചകൾ ഒന്നിച്ചൊരു പ്രവചന ഭൂപടം അങ്ങനെ രൂപപ്പെടുന്നു. 92:1. തുടർന്ന് പുസ്തകങ്ങളിൽ നിന്നും സംസാരിക്കുവാൻ തുടങ്ങിയ ഈനോക്ക് പറഞ്ഞു, നീതിയും ധർമ്മവും അപ്പോഴും നിലനിൽക്കുന്ന സമയത്ത് ഞാൻ 7-ാമനായി 1-ാം ആഴ്ചയിൽ ജനിച്ചു. 1-ാം ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവം ഭാവിയിലെ എല്ലാ നീതിയുടെയും മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്ന ദൈവീക പൂർണ്ണതയുടെ പ്രതീകമായ ഈനോക്കിന്റെ ജനനമാണ്. ആദമിന്റെ സന്തത പരമ്പരയിൽ ചിലർ നീതി ധർമ്മം ഇവയിൽ നിന്നും വ്യതിചലിച്ചു പോയെങ്കിലും ഇവയുടെ അഖണ്ഡത കാത്തു സൂക്ഷിച്ചിരുന്ന ചില നീതിമാന്മാർ അപ്പോഴും നിലനിന്നിരുന്ന ഒരു കാലത്താണ് അദ്ദേഹത്തിന്റെ ജനനം. 92:2. എനിക്ക് ശേഷം 2-ാം ആഴ്ചയിൽ വലിയ അനീതി ഉടലെടുക്കും, വഞ്ചനയും മുളച്ചു വരും. അതിലായിരിക്കും ആദ്യ അവസാനമുണ്ടാകുക. അതിലൊരു മനുഷ്യൻ രക്ഷിക്കപ്പെടും. അതിന്റെ അവസാനം അകൃത്യം വളരും. അവൻ പാപികൾക്ക് വേണ്ടി ഒരു നിയമമുണ്ടാക്കും. ബൈബിൾ പ്രകാരം ഇതിൽ പറയുന്ന രക്ഷിക്കപ്പെട്ട മനുഷ്യൻ നോഹയാണ്. അപ്പോൾ അപ്പോക്കലിപ്സിൽ ആഴ്ച എന്നതിന്റെ അർത്ഥം എന്താണ്? ഈനോക്കിന്റെ പുസ്തകത്തിൽ ഒരാഴ്ച എന്നാൽ 7 ദിവസങ്ങൾ എന്നല്ല, ദൈവത്തിന്റെ പദ്ധതിയിലെ ഒരു പ്രധാന യുഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഒരു പ്രതീകാത്മക കാലഘട്ടമാണ്. ഓരോ ആഴ്ചയും ഒരു നിശ്ചിത എണ്ണം വർഷങ്ങളെ അല്ല, തലമുറകളുടെ ഒരു നീണ്ട കാലയളവിനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നിത് കാണിക്കുന്നു. പാപികൾക്കുള്ള നിയമം, ദുഷിച്ച മനുഷ്യരാൽ നിർമ്മിതമായ നിയമം. നോഹയുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി അല്ലിത്. പ്രളയാനന്തര ധാർമ്മിക തകർച്ചയെ ഈ വാക്യം വിവരിക്കുന്നു. പാപികൾക്ക് നിയമമുണ്ടാക്കിയ അവൻ ആരാണ്? ഈ വാക്യത്തിലെ അവൻ എന്നത് നോഹയെ അല്ല പരാമർശിക്കുന്നത്. ആരാണെന്ന് ഇതിൽ പേരെടുത്ത് പറയുന്നില്ല. നോഹയുടെ തുടർച്ചയായിട്ടാണ് അവൻ എന്ന വാക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും അത് നോഹയല്ല. ഒന്നാമത്തെ കാരണം 2-ാം ആഴ്ചയുടെ അവസാനം സംഭവിക്കുന്ന ഒന്നാണിത്, അതായത് തലമുറകൾക്ക് ശേഷം. അതിനാൽ തന്നെ അതൊരു മനുഷ്യനിർമ്മിതവും ദുഷിച്ചതുമായ നിയമങ്ങൾ സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രളയാനന്തര ഭരണാധികാരിയെ പ്രതിനിധീകരിക്കുന്നു. ഇത് നോഹയാൽ ദൈവം നൽകിയ നിയമമല്ലാത്തത് എന്തുകൊണ്ട്? ഇതിൽ പറയുന്നു, അവൻ പാപികൾക്ക് വേണ്ടി ഒരു നിയമമുണ്ടാക്കും. ഇത് ദൈവം ഒരു ധാർമ്മിക ഉടമ്പടി നൽകുന്നതിനെ പരാമർശിക്കുന്നില്ല. ദുഷ്ടത വീണ്ടും വളർന്നതിന് ശേഷം നിയമങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നോഹ രക്ഷിക്കപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ കാലശേഷം ദുഷ്ടത വീണ്ടും വളരുകയും മനുഷ്യർ സ്വന്തം നിയമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പാപത്തെ ന്യായീകരിക്കുന്ന നിയമങ്ങൾ, പാപികളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, അനീതി സ്ഥാപിക്കുന്ന നിയമങ്ങൾ. ബൈബിളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ബാബേൽ തലമുറയിലെ ഗോപുരം, ആദ്യകാല രാജ്യങ്ങൾ, നിമ്രോദിന്റെ മരണം,
അടിച്ചമർത്തുന്ന നഗര സംസ്ഥാനങ്ങളുടെ ഉദയം. രണ്ടാമതായി, ഉൽപ്പത്തി 9 നോഹയുടെ ഉടമ്പടി ഒരു ധാർമ്മിക അടിത്തറ പാകുന്ന എല്ലാ മനുഷ്യവർഗത്തിനും സാർവത്രികമായി ഒരു ഉടമ്പടിയാണ്. പാപികളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചിട്ടില്ലാത്ത ഒരു സംരക്ഷണ ഉടമ്പടി. നോഹയുടെ ഉടമ്പടിയിൽ ദുഷ്ടന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ള അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും അടിസ്ഥാന ധാർമ്മിക പ്രതീക്ഷകളും അതിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഇതിലെ പാപികൾക്കുള്ള നിയമം മനുഷ്യനിർമ്മിത ദുഷിച്ച നിയമമാണ്, ദൈവത്തിന്റെ നിയമമല്ല. 92:3 ഇതിനു ശേഷം 3-ാം ആഴ്ചയുടെ അന്ത്യത്തിൽ ധർമ്മന്യായ വിധിയുടെ സസ്യമായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും. അവന് ശേഷം നീതിയുടെ സസ്യം എന്നേക്കുമായി വരും. ധർമ്മന്യായ വിധിയുടെ സസ്യം ആരാണവൻ? അബ്രഹാം. എന്തുകൊണ്ട് അബ്രഹാം? ഒന്നാമതായി, ഇസ്രായേലിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പൂർവികനാണ് അദ്ദേഹം. രണ്ടാമതായി, യഹൂദ പാരമ്പര്യത്തിൽ അബ്രഹാമിനെ ആവർത്തിച്ചിങ്ങനെ വിശേഷിപ്പിക്കുന്നു: നീതിമാന്മാരുടെ വേര്, വിശ്വസ്തരുടെ പിതാവ്. ഉടമ്പടി ആരുവഴി സ്ഥാപിക്കപ്പെട്ടോ അവൻ അബ്രഹാം. ഇതിലെ അടുത്ത വാക്യം അത് സ്ഥിരീകരിക്കുന്നു. അതിങ്ങനെ തുടരുന്നു: അവന് ശേഷം നീതിയുടെ ചെടി എന്നേക്കും വരും. ഇത് ഇസഹാക്ക്, യാക്കോബ്, ഇസ്രായേൽ വഴി തുടരുന്ന ഉടമ്പടി പരമ്പരയെ സൂചിപ്പിക്കുന്നു. അടുത്തതായി ഈ വാക്യത്തിൽ പറയുന്ന എന്നേക്കുമായുള്ള നീതിയുടെ സസ്യം ആരാണ് എന്ന് ബൈബിൾ വാക്യങ്ങളിലൂടെ പരിശോധിക്കാം. പ്രമുഖ ബൈബിൾ നിപുണരുടെ അഭിപ്രായം അത് യേശു ആണെന്നാണ്. ഇത് അബ്രഹാമിന് ശേഷം ദൈവത്തിന്റെ അവസാന നിയമഘട്ടത്തിൽ എന്നേക്കുമായി പ്രത്യക്ഷപ്പെടുന്ന നീതിയുടെ സസ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ബൈബിൾ പ്രകാരം രണ്ടുപേരെ നമുക്കിതിന് യോഗ്യരായി കാണാം: ദാവീദും യേശുവും. പക്ഷെ രണ്ടുപേരും ഭൂമിയിൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുകയോ ഭരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ദാവീദ് രാജാവായി ഭരിച്ചു, പിന്നെ മരിച്ചു. യേശു ഭൂമിയിൽ രാജാവായി ഭരിക്കാതെ തന്നെ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിനാൽ ഇത് ഭാവിയിൽ സംഭവിക്കേണ്ടുന്ന ഒരു പ്രവചനമാണ്. നമുക്കിതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഈനോക്ക് 93:5 എന്നേക്കുമുള്ള നീതിയുടെ സസ്യത്തിന് യേശു അനുയോജ്യൻ എന്ന് ചില ക്രിസ്ത്യാനി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ജൂതരാകട്ടെ യിരെമ്യാവ് 23, യെഹെസ്കേൽ 37 ഇവയിൽ പറയുന്നത് ഭൂമിയിൽ വരുവാനിരിക്കുന്ന മനുഷ്യ ഭരണാധികാരിയാണ്, അത് യേശു അല്ല എന്നും വാദിക്കുന്നു. ഈ വൈരുദ്ധ്യത്തിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ദാവീദ് ഭാവിയിൽ എന്നേക്കും ഭരിക്കുമെന്ന് വ്യക്തമായി പറയുന്ന ബൈബിൾ വാക്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. 2 ശമൂവേൽ 7:9-16 വാക്യങ്ങൾ. പ്രവാചകനായ നാഥാൻ വഴി ദൈവദാസനായ ദാവീദിനോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണിത്. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറപ്പിക്കും. എസെക്കിയേൽ 34-37 അധ്യായങ്ങളിൽ ദാവീദിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്റെ ദാസനായ ദാവീദ് ഇസ്രായേലിന്റെ ഇടയനായിരിക്കും. ഞാൻ ലോർഡ്, അവരുടെ ദൈവവും. എന്റെ ദാസനായ ദാവീദ് അവരുടെ ഇടയിൽ ഒരു രാജകുമാരനുമായിരിക്കും. എസെക്കിയേൽ 37 ഇത് വീണ്ടും ആവർത്തിക്കുന്നു. എന്റെ ദാസൻ ദാവീദ്
എന്നേക്കും അവളുടെ രാജകുമാരനായിരിക്കും. രാജകുമാരൻ എന്ന് പറഞ്ഞ രാജാവിന്റെ മകനാണെന്ന് നമുക്കെല്ലാം അറിയാം. അടുത്ത കിരീടാവകാശി. ഇത് മലയാളത്തിൽ തെറ്റിച്ച് തർജ്ജിമ ചെയ്തിരിക്കുന്നതാണ്. നാസി എന്ന ഹിബ്രു വാക്യത്തിൽ നിന്നാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഭരിക്കുന്നവൻ, പ്രധാനി, നയിക്കുന്നവൻ ഇവയൊക്കെയാണ്. എസെക്കിയേലിൽ രാജകുമാരൻ എന്ന് മലയാളത്തിൽ നൽകിയിരിക്കുന്നത് ഹിബ്രു വാചകം നാസിയുടെ ശരിയായ അർത്ഥത്തിലല്ല. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഭരണാധികാരിയാണ് ദാവീദ്. രാജാവിന്റെ മകനായ പ്രിൻസ് എന്ന ആശയം അതിനാൽ തെറ്റല്ലേ? വ്യാഖ്യാന പിശകല്ലേ? ഇനി നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. 1. യെശയ്യാവ് 11:1. ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും. 2. ഇരമ്യാവ് 23:5-6 അധ്യായങ്ങളിൽ ദാവീദിന് ഒരു നീതിയുള്ള ശാഖയെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരുന്നു. രാജാവായി വാഴുന്ന അവൻ ബുദ്ധിയായി പ്രവർത്തിച്ച് ഭൂമിയിൽ നീതിയും ന്യായവും നടത്തും. നീതിമാനായ ലോർഡ് എന്നവൻ അറിയപ്പെടും. എന്നാൽ ആദ്യ വരവിൽ രാജാവായി യേശുവാണെത്തില്ല. അതിനാൽ ഇത് ക്രിസ്തുവിന്റെ 1000 വർഷക്കാലത്തെ ഭരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ 1000 വർഷക്കാലത്തേക്ക് മാത്രമോ? എങ്കിൽ ഇതിലെ എന്നേക്കുമായുള്ള നീതിയുടെ സസ്യം യേശു അല്ല. പല യഹൂദ എഴുത്തുകളും മിശിഹായെ ദാവീദിന്റെ ശാഖ എന്ന് വിവരിക്കുന്നു. 4Q 285 ചാവുകടൽ ചുരുളിൽ ദാവീദിന്റെ ശാഖ ന്യായം വിധിക്കും എന്ന് എഴുതിയിരിക്കുന്നു. ബൈബിളിൽ യേശുവിനെ അല്ലാതെ വേറെ ആരെയും ശാഖ എന്ന് വിശേഷിപ്പിച്ചിട്ടും ഇല്ല. ബൈബിളിൽ പലപ്പോഴും ദാവീദിന്റെ വംശത്തെ ശാഖ അല്ലെങ്കിൽ തോട്ടം എന്ന് വിളിക്കുന്നു. സക്കറിയ 3-6 അധ്യായങ്ങളിൽ നമുക്കിത് കാണാം. ഇതിൽ 6-ാം അധ്യായത്തിൽ തനക്കിൽ 2 വ്യത്യസ്ത ആൾക്കാരെയാണ് രാജാവായും പുരോഹിതനുമായി പറയുന്നത്. അവർ ഒത്തൊരുമിച്ച് പോകുമെന്നും ഇതിൽ പറയുന്നു. എന്നാൽ ഒരു വ്യക്തിയാണ് രാജാവും പുരോഹിതനും എന്ന നിലയിലാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു തെറ്റായ പരിഭാഷ അല്ലേ? ക്രിസ്ത്യാനി പണ്ഡിതന്മാർ ഊന്നി പറയുന്ന കാര്യങ്ങൾ ഇരമ്യാവ് 23-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളാണ്. ഇതിലെ നീതിമാനായ ലോർഡ് എന്നവൻ അറിയപ്പെടും എന്നത്. ലോർഡിന് അർത്ഥം യജമാനൻ, പ്രഭു, ഭരണാധികാരി, ഈശ്വരൻ, രാജാവ്. ഇത് യേശുവിന്റെ 2ാം വരവിനെയും 1000 ആണ്ട് ഭരണത്തെയുമാണ് കാണിക്കുന്നത്. ആയതിനാൽ പ്ലാന്റ്, ബ്രാഞ്ച്, ഷൂട്ട് എന്നീ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഈനോക്ക് 93:5 എന്നേക്കുമുള്ള നീതിയുടെ സസ്യത്തിന് യേശു അനുയോജ്യൻ എന്നാണ് ചില ക്രിസ്ത്യാനി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ദാവീദും യേശുവും എന്നേക്കുമായി ഭൂമിയിൽ ജീവിക്കുകയോ ഭൂമിയെ ഭരിക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഇത് വരുവാനിരിക്കുന്ന ഒരു പ്രവചനം തന്നെയാണ്. ബൈബിൾ പ്രകാരം യേശുവിന്റെ 2ാം വരവിലും നീതിമാന്മാരുടെ ആദ്യ ഉയർത്തെഴുന്നേൽപ്പിലും സംഭവിക്കേണ്ടുന്നതാണ് ഇവ. വെളിപ്പാട് 4-ൽ യോഹന്നാൻ കാണുന്നത് മഹത്തായ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന പൊൻകിരീടധാരികൾ ന്യായവിധി നടത്തുന്നതാണ്. മഹത്തായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് രാജാവായി വരുന്ന രാജാവ് യേശുവാണ്. അദ്ദേഹത്തിന്റെ 2ാം വരവ്. ആ 24 പേരുടെ പൊൻകിരീടങ്ങൾ അവർക്കുള്ള ഭരണാധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവായ ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന് ചുറ്റിലും നിൽക്കുന്ന ജീവികൾ ഘോഷിക്കുമ്പോൾ തങ്ങളുടെ കിരീടം താഴെ വെച്ച് ആ കിരീടധാരികൾ വണങ്ങുന്നതിൽ നിന്ന് ഇവരുടെ അധികാരങ്ങൾ ക്രിസ്തു നൽകിയിട്ടുള്ളതാണ് എന്ന് സ്പഷ്ടമാണ്. എന്നാൽ പുതിയ ഭൂമിയിൽ
ദൈവം നേരിട്ട് മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ അധികാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എന്നും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ ഈനോക്കിലെ എന്നേക്കുമുള്ള നീതിയുടെ സസ്യം യേശു തന്നെ എന്ന് പറയുവാൻ കഴിയുള്ളൂ. അതിനാൽ നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ ഉത്തരത്തിനായി 10-ാം ആഴ്ച വരെ. 10-ാം ആഴ്ചയ്ക്ക് ശേഷം പ്രവചനം പുതിയ ഭൂമിയിലെത്തുമ്പോൾ എന്നേക്കുമുള്ള നീതിമാന്റെ സസ്യത്തെക്കുറിച്ച് നമുക്ക് ഒത്തൊരുമിച്ച് പഠിക്കാം. ആരാണ് ഈ എന്നേക്കുമുള്ള സസ്യം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ മടി കാണിക്കരുത്. ഇത് നിങ്ങളുടെ ബൈബിൾ പഠനത്തെ സഹായിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തുകയുള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷനിൽ ഓൾ അമർത്തിയാൽ മാത്രമേ എൻ്റെ വീഡിയോകൾ പബ്ലിഷ് ചെയ്താൽ ഉടൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. മറക്കാതെ ഇത് ചെയ്യുമല്ലോ. നന്ദി.